എനിക്ക് സ്ട്രോക്ക് വന്നതാണ്. 3 വർഷമായി. സുഹൃത്തുക്കളെ, ഞാനങ്ങനെ തൊട്ടിൽപ്പാൽ എത്തിട്ടോ. തൊട്ടിൽപ്പാൽ എത്താനുള്ള കാരണം ഞാൻ രാവിലെ ഒരു വീട് ഇട്ടിട്ടുണ്ട്. 4 വർഷത്തോളായിട്ട് സ്ട്രോക്ക് ബാധിച്ച് കിടക്കുന്ന വിജയശേട്ടനെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോ ഇവിടെ തൊട്ടിൽപ്പാൽ എത്തിയിട്ടുള്ളത്. ഇപ്പോ പുള്ളിക്കാരെ 4 വർഷമായിട്ട് ഇപ്പൊ ബെഡിൽ തന്നെ ഫുള്ള് സ്ട്രോക്ക് ബാധിച്ചിട്ട് ഇവിടുന്ന് കൂടെ തളർന്നിട്ട് കിടക്കാണ്. ഇപ്പൊ വിജയശേട്ടന് 2 മക്കളുണ്ട്. 2 മക്കളെ വിജയശേട്ടനെ കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോ കറക്റ്റ് ഇപ്പൊ തൊട്ടിൽപ്പാൽ എത്തിയിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ സ്കൂൾ തുറക്കാൻ പോകുന്നത് ഇന്ന് 1-ാം തീയതിയാണ്, നാളെ 2-ാം തീയതി സ്കൂൾ തുറക്കും. അപ്പൊ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊടയും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സും കുറച്ച് നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് മക്കൾക്ക്. പിന്നെ ഒന്നാമത് മഴയൊക്കെ അതിനെ കൊണ്ട് സ്കൂളൊക്കെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചതിനെ കൊണ്ട് ഞാൻ ഒരു ചാക്ക അരിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. കേട്ടില്ലേ, ഒരു ചാക്ക അരി കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത്രയാണ് ഇവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോ നേരെ എന്താ ചെയ്യാ, വിജയശേഖരന്റെ വീട്ടിലേക്ക് പോകട്ടെ. ഇനി ആടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മള് വിജയശേഖരന്റെ അടുത്ത് നമ്മളെ മക്കളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആള് വിജയശേഖരൻ. പിന്നെ വിജയശേഖരൻ, എന്താണ് ശരിക്കും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളത്? എനിക്ക് സ്ട്രോക്ക് വന്നതാണ്. 3 വർഷമായി. എന്നാലേ റിക്കവർ ആയി വരുന്നുണ്ട്. ഇപ്പൊ റെഡി ആയി വരുന്നുണ്ടല്ലേ? പിള്ളേർ കടന്നു വരുന്നത് അത്യാവശ്യം പിടിച്ചു നടക്കാനുള്ള രൂപത്തിലെത്തായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം ടൗണിലൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 4 വർഷത്തോളായി ഇപ്പൊ ഇവിടെ ഇങ്ങനെ ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു. ഇപ്പൊ ലേശം ആള് ഒരു ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിട്ട് ഇപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങലുണ്ട്. ലേശം നടന്നു തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ ആൾക്കെങ്കിലും വിജയശേഖരനെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ തൊട്ടിൽപ്പാലം ഭാഗത്തോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയെങ്കിൽ വിജയശേഖരനെ സഹായിക്കാൻ അത് വലിയൊരു ഉപകാരമായിരിക്കും. എന്തായാലും വിജയശേഖരനെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പറ്റുന്നവർക്കൊക്കെ വിജയശേഖരനെ സഹായിക്കാം. ഇനിയും എല്ലാം റെഡി ആയി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും, വീഡിയോ കാണുന്ന എല്ലാവർക്കും കൂടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ വിജയശേഖരനോട് ചെയ്തു കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. തമാമിന് മറ്റവനെ നോക്കി മറ്റവനെ നശിപ്പിച്ച് മറ്റവനെങ്ങനെ നശിപ്പിക്കാമെന്ന് നോക്കി ഒന്നും നടക്കാണ്ട് എല്ലാവരും സ്നേഹിക്കാൻ പഠിച്ചോളി. എല്ലാ മെഷീനുകൾക്കും ഗ്യാരണ്ടിയും വാറണ്ടിയും എല്ലാം ഉണ്ട്. ഈ മനുഷ്യൻ്റെ സംഭവത്തിന് ഒരു രക്ഷയില്ല. നിങ്ങളൊന്നും ആലോചിക്കുക, അത്രയും അടിപൊളിയായിട്ട് പോയ ഒരാളെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടാണ് മൂപ്പര് വീണത്. മനസ്സിലായില്ലേ? അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും തമാമ സ്നേഹിക്കുക. ആരോടൊന്നും ഒരു അലമ്പും ഇല്ലാണ്ട് മറ്റവനതാക്കി നടക്കാണ്ട് നല്ല വൈക്ക് തന്നെ വരിക. എല്ലാവർക്കും ഒരു നല്ല ചിന്തകളും നല്ല ഒരു പകതിരിവൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഇനിയെങ്കിലും എല്ലാവർക്കും ബോധം വെക്കട്ടെ. ഇപ്പോൾ മനസ്സിലായിക്കോളി, മനുഷ്യൻ്റെ ജീവിതം എത്രയേ ഉള്ളൂ. വെറുതെ ജാടയിട്ട് വെറുതെ ഞാൻ വലിയ ആളാണ് മറ്റേ മറിച്ചാൽ നടന്നിട്ട് ഒരു കാര്യമില്ല. എപ്പം വേണേ പോകും. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോട്ടെ. ആർക്കൊന്നും പറ്റാണ്ടിരിക്കട്ടെ. ഓക്കെ.